ഡിയർ സ്റ്റുഡൻസ്, NIOS +2 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 എക്സാമിൻ്റെ ചാപ്റ്ററുകളായിട്ടുള്ള ചാപ്റ്റർ 3, 4, അതുപോലെ 6, 7 ഈ 4 ചാപ്റ്ററുകളിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ, അതായത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ 4 ചാപ്റ്ററിലെയും 1 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ഹാരപ്പൻ സൈറ്റ്സ് ഈച്ച് ഇൻ ഹരിയാന ആൻഡ് ഗുജറാത്ത്. ഹരിയാനയിലെയും അതുപോലെ തന്നെ ഗുജറാത്തിലുമായി സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന ഹാരപ്പൻ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിയാനയിൽ വരുന്നത് രാഗി ഗർഹി, അതുപോലെ തന്നെ ബനവാലി. ഇവ രണ്ടും ഹരിയാനയിലെ പ്രധാനപ്പെട്ട 2 സൈറ്റുകളാണ്. ഗുജറാത്തിലേത് വരുന്നത് ലോഥൽ, അതുപോലെ ധോളവീര. ഇത് രണ്ടുമാണ് ഗുജറാത്തിൽ വരുന്നത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഡിസ്കവേർഡ് മോഹൻജദാരോ. മോഹൻജദാരോ കണ്ടെത്തിയത് ആരാണ്? RD ബാനർജിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹാരപ്പ ഈസ് ലൊക്കേറ്റഡ് ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ സിറ്റാഡൽ ഇൻ ഹാരപ്പൻ ടൗൺസ് വാസ് നോർമലി ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡയറക്ഷൻ. ഹാരപ്പൻ പട്ടണങ്ങളിലെ കോട്ട സാധാരണയായി ഏത് ദിശയിലാണ് കാണുന്നത്? ആൻസർ വെസ്റ്റേൺ, പടിഞ്ഞാറ് ഭാഗത്താണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ബ്രിക്സ് വെർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ ഹൗസസ്. വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഇഷ്ടികകൾ ഏതൊക്കെയാണ്? ബേൺ ബ്രിക്സ്, അതായത് ചുട്ട ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വേർ വാസ് ദ ഗ്രേറ്റ് ബാത്ത് ഡിസ്കവേർഡ്. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയത്? മോഹൻജദാരയിലാണ് കണ്ടെത്തിയത്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ മേജർ സ്ട്രക്ചർ ഫൗണ്ട് അറ്റ് ദ ലോഥൽ. ലോഥലിൽ കണ്ടെത്തിയ പ്രധാന ഘടനയുടെ പേര് എന്താണ്? മേജർ സ്ട്രക്ചർ അത് എന്തായിരുന്നു? ഡോക്യാർഡ്, അതായത് കപ്പൽശാലയാണ് അവിടെ ലോഥലിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ബിസൈഡ്സ് അഗ്രികൾച്ചർ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റി വാസ് പ്രാക്ടീസ്ഡ് ബൈ ഹാരപ്പൻ പീപ്പിൾ. കൃഷി കൂടാതെ ഹാരപ്പൻ ജനതക്ക് ഏത് സാമ്പത്തിക പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്? അതിൻ്റെ ആൻസർ പാസ്ട്രോലിസം, അതായത് പശുപരിപാലനം അല്ലെങ്കിൽ കന്നുകാലി വളർത്തലാണ് കൃഷിക്ക് പുറമെ ഉണ്ടായിരുന്നത്. And നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ചീഫ് ഫുഡ് ക്രോപ്സ് കൺസ്യൂമഡ് ബൈ ദ ഹാരപ്പൻ. ഹാരപ്പക്കാർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ. ധാരാളം ഭക്ഷ്യവിളകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് വീറ്റ് ആൻഡ് ബാർലി, ഗോതമ്പ്, ബാർലി, ഇവ രണ്ടുമാണ് പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ 2 പ്ലേസസ് ഫ്രം ദ വേർ വി ഗെറ്റ് എവിഡൻസ് ഓഫ് റൈസ് ആസ് എ ഫുഡ് ക്രോപ്പ് ഡ്യൂറിങ് ദ ഹാരപ്പൻ പീരീഡ്. ഹാരപ്പൻ കാലഘട്ടത്തിൽ നെല്ല് ഭക്ഷ്യവിളയായി ഉണ്ടായിരുന്നതിന് തെളിവ് ലഭിച്ച 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ ഒന്ന് ലോഥൽ, 2 രംഗ്പൂർ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ വേർ വാസ് ദ ബ്രോൺസ് ഡാൻസിങ് ഗേൾ ഫൗണ്ട്. വെങ്കല നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയെ ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടെത്തിയുള്ളത്? ആൻസർ മോഹൻജദാരോയിൽ നിന്നാണ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ്സ് പ്രാക്ടൈസ്ഡ് ഇൻ ദ ഹാരപ്പൻ പീരീഡ്. ഹാരപ്പൻ കാലഘട്ടത്തിൽ അഭ്യസിച്ചിരുന്ന ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട കരകൗശലങ്ങളുടെ പേര് നൽകുക. അതിൻ്റെ ആൻസർ വരുന്നത് ഒന്നാമത്തത് ബെഡ് മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ പോട്ടറി മേക്കിംഗ്, മുത്തുകളുടെ നിർമ്മാണം. ഇവ രണ്ടുമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന കരകൗശല പ്രവർത്തികൾ. 13ാമത്തത്
Which place was the chief sources of copper of the Harappan people? ഹാരപ്പൻ ജനതയുടെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട ഉറവിടം ഏതായിരുന്നു? ഗേത്രി ആണ്. ആൻസർ വരുന്നത് ഗേത്രി. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹാരപ്പൻ സൊസൈറ്റി ഈസ് ബിലീവ്ഡ് ടു ബി എ ഡേഷ് സൊസൈറ്റി. ഹാരപ്പൻ സമൂഹം ഒരു ഡേഷ് സമൂഹമാണ്. ഏതാണ്? സ്ട്രക്ചേർഡ് ആണ്, അതായത് ശ്രേണീപരമായിട്ടുള്ള സമൂഹമാണ്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. വേർ ദ വർക്ക്മെൻ ക്വാർട്ടേഴ്സ് ഡിസ്കവേർഡ്. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഹാരപ്പയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ ഹാരപ്പൻ യൂസ്ഡ് ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് വിച്ച് മെറ്റീരിയൽസ്. ഹാരപ്പക്കാർ ഏതു വസ്തുവിൽ നിർമ്മിച്ച വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? ഏത് വസ്ത്രങ്ങളായിരുന്നു? കോട്ടൺ, അതുപോലെ തന്നെ ഹുഡ്, പരുത്തി, കമ്പിളി, ഇവയുടെ വസ്ത്രങ്ങളാണ് അവരുപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് 17ാമത്തത്. ഫ്രം വേർ ഹാസ് ദ ഫേമസ് പശുപതി സീൽ ബീൻ ഡിസ്കവേർഡ്. പ്രശസ്തമായ പശുപതി മുദ്ര എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? ആൻസർ മോഹൻജദാരോയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ട്രീസ് ഈസ് ഓഫൺ റെപ്രസെൻറ്റഡ് ഓൺ ദ ഹാരപ്പൻ സീൽസ്. ഹാരപ്പൻ മുദ്രകളിൽ പലപ്പോഴും ഏത് വൃക്ഷത്തെയാണ് ചിത്രീകരിച്ചിരുന്നത്? ആൻസർ പീപ്പിൾ ട്രീ, അരയാലാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ദർ എനി എവിഡൻസ് ഓഫ് ഫയർ വർഷിപ്പ്? ഇഫ് സോ, വേർ ഹാസ് ഇറ്റ് ബീൻ ഫൗണ്ട്. അഗ്നി ആരാധനക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ അഗ്നി ആരാധനയുടെ തെളിവുകൾ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ആൻസർ വരുന്നത് കാളിബംഗൻ, അതുപോലെ മറ്റൊന്ന് ലോഥൽ. ഈ സൈറ്റുകളിൽ നിന്നാണ് അഗ്നി ആരാധനയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് വിച്ച് പ്ലേസ് ഹാവ് ജോയിൻറ്റ് ബ്യൂറൽസ് ബീൻ ഫൗണ്ട്. ഏത് സ്ഥലത്താണ് സംയുക്ത ശവസംസ്കാരം കണ്ടെത്തിയുള്ളത്? ആൻസർ വരുന്നത് ലോഥൽ, അതുപോലെ തന്നെ രാഗിഗർഹി. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് സംയുക്തമായിട്ടുള്ള ശവസംസ്കാര രീതി അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സൈൻ ഫോൺ ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയിൽ കാണപ്പെടുന്ന അടയാളങ്ങളുടെ ഏകദേശ എണ്ണം എത്രയാണ്? ആൻസർ 400 എണ്ണം. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് നാച്ചുറൽ ക്ലൈമറ്റ്സ് ആർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഫ്ലഡ്, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക്, വെള്ളപ്പൊക്കം, അതുപോലെ ഭൂകമ്പമാണ് പ്രധാനമായിട്ടും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ വാസ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ് റിട്ടൺ. ഹാരപ്പൻ ലിപി എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? അതായത് വലത്തുനിന്ന് ഇടത്തേക്കാണോ, അതുപോലെ തന്നെ ഇടത്തുനിന്ന് വലത്തേക്കാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് റൈറ്റ് ടു ലെഫ്റ്റ്, വലത് നിന്ന് ഇടത്തേക്കാണ് ഹാരപ്പൻ ലിപി എഴുതിയിട്ടുള്ളത്. അറബി, ഉറുദു ഭാഷകളൊക്കെ എഴുതുമല്ലോ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് നെയിം വൺ ചാൽക്കോലിത്തിക് സൈറ്റ്സ് ഈച്ച് ഇൻ മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഓരോ ചാൽക്കോലിത്തിക് സ്ഥലത്തിൻ്റെ പേരുകൾ നൽകുക. അതിൽ ആൻസർ വരുന്നത് മധ്യപ്രദേശിൽ വരുന്നത് നവതോട്ടിലിയാണ് മധ്യപ്രദേശിലെ സ്ഥലമായിട്ട് വരുന്നത്. അതുപോലെ മഹാരാഷ്ട്രയിൽ വരുന്നത് ഇനംഗോൺ ആണ് മഹാരാഷ്ട്രയിലെ സ്ഥലമായിട്ട് വരുന്നത്. ചാൽക്കോലിത്തിക് സ്ഥലങ്ങളുടെ പേരാണ് പറഞ്ഞുള്ളത് കേട്ടോ.
ഇനി നെക്സ്റ്റ് വരുന്നത് 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് മെറ്റീരിയൽ വാസ് യൂസ്ഡ് ഇൻ ചാൽക്കോലിത്തിക് പീരീഡ് ടു മാനുഫാക്ചർ ടൂൾസ്. ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? സ്റ്റോൺ, അതുപോലെ തന്നെ കോപ്പർ, കല്ല്, ചെമ്പാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 26-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗസസ് ഓഫ് ദ ചാൽക്കോലിത്തിക് പീപ്പിൾ വേർ മെയ്ഡ് ഓഫ് വിച്ച് മെറ്റീരിയൽ. ചാൽക്കോലിത്തിക് ജനതയുടെ വീടുകൾ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? മഡ്, ചെളി കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. മണ്ണ് അല്ലെങ്കിൽ ചെളി കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ചാൽക്കോലിത്തിക് കൾച്ചർ വേർ ഡാഷ് ഇൻ ക്യാരക്ടർ. ചാൽക്കോലിത്തിക് സംസ്കാരത്തിന് സ്വഭാവം ഏതായിരുന്നു? അത് നഗരമാണോ ഗ്രാമമാണോ എന്നാണ് ചോദിക്കുന്നത്. റൂറൽ, ഗ്രാമ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 28-ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി ടു നോൺ ഹാരപ്പൻ ചാൽക്കോലിത്തിക് കൾച്ചർ. ഹാരപ്പൻ ഇതര ചാൽക്കോലിത്തിക് സംസ്കാരങ്ങളുടെ ഏതെങ്കിലും 2 പേരുകൾ പറയുക. അതിലൊന്നാമത്തത് കയാത്ത കൾച്ചർ ഇൻ മധ്യപ്രദേശിലാണ് കയാത്ത കൾച്ചർ ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊന്ന് മഹാരാഷ്ട്രയിലേത് ജോർവേ കൾച്ചർ മഹാരാഷ്ട്രയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 4-ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. 4-ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം വേദ. വേദ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, മനസ്സിലാക്കുന്നത്? സ്കേർഡ് നോളജ്, പവിത്രമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് 2-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ടെക്സ്റ്റ് ആർ ഇൻക്ലൂഡ് ദ മന്ത്ര കാറ്റഗറി ഓഫ് ദ വേദിക് ടെക്സ്റ്റ് മെൻഷൻ ദം. വേദഗ്രന്ഥങ്ങളിലെ മന്ത്രവിഭാഗത്തിൽ എന്തൊക്കെ ഗ്രന്ഥങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. 1 ഋഗ്വേദ, 2 സാമവേദ, 3 യജുർവേദ, 4 അഥർവവേദ. ഈ 4 കാര്യങ്ങളാണ് വേദ ഗ്രന്ഥങ്ങളിലെ മന്ത്രവിഭാഗത്തിൽ പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി നോൺ ആസ് ശ്രുതി മെൻഷൻ ദ. ശ്രുതി എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ വരുന്നത് ആരണ്യകാസ്, അതുപോലെ തന്നെ ഉപനിഷത്ത്. ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, ഇവ രണ്ടുമാണ് പ്രധാനമായിട്ടും ശ്രുതി എന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4-ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് ബ്രാഹ്മണ കാറ്റഗറി ഓഫ് ദ ടെക്സ്റ്റ്. ബ്രാഹ്മണ വിഭാഗത്തിലെ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം വിശദീകരിക്കുക. പ്രോസ് ടെക്സ്റ്റ് കണ്ടെയ്നിങ് എക്സ്പ്ലനേഷൻ ഓഫ് ദ മന്ത്രാസ് ആൻഡ് സാക്രിഫിഷ്യൽ റിറ്റേൽസ്. മന്ത്രങ്ങളുടെയും യാഗാനുഷ്ഠങ്ങളുടെയും വിശദീകരണമാണ് ഗദ്യങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. മന്ത്രങ്ങൾ അതുപോലെ തന്നെ യാഗാനുഷ്ഠാനങ്ങളാണ് ഇവയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് 5-ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടേം വേദാന്ത. വേദാന്തം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഫിലോസഫിക്കൽ ഡിസ്കഷൻ, ദാർശനിക ചർച്ചകളാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു വി നോൺ ദ സാൻസ്ക്രിറ്റ്, ലാറ്റിൻ, ഗ്രീക്ക്, ഹിറ്റിറ്റ് ആൻഡ് കാസൈറ്റ് ലാംഗ്വേജസ് ബിലോങ് ടു വൺ ഗ്രൂപ്പ്. സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്, ഹിറ്റൈറ്റ്, കാസൈറ്റ് ഭാഷകൾ ഒരേ ഗ്രൂപ്പിൽ പെടുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അതിൻ്റെ ആൻസർ പറയുന്നത് വേർഡ് ഇൻ ദീസ് ലാംഗ്വേജ് ആർ സിമിലർ ഇൻ സൗണ്ട് ആൻഡ് മീനിങ്. ഈ ഭാഷകളിലെ വാക്കുകൾ ശബ്ദത്തിലും അർത്ഥത്തിലും സമാനമായിരിക്കും. നെക്സ്റ്റ് 7-ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം വേർ ഡു വി ഫൈൻഡ് ദ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഓഫ് ആര്യൻ മൈഗ്രേഷൻസ്.
ആര്യൻ കുടിയേറ്റത്തിൻ്റെ പുരാവസ്തു തെളിവുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? അത് വരുന്നത് ആൻഡ്രാനാവോ കൾച്ചർ സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് സെർബിയ. തെക്കൻ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡ്രാനാവോ സംസ്കാരത്തിൽ നിന്നാണ് ആര്യൻ കുടിയേറ്റത്തിൻ്റെ പുരാവസ്തു തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ പ്ലേസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈ ആസ് ദ ബാരിയേഴ്സ് ഓഫ് ആര്യൻ കൾച്ചറൽ ട്രേറ്റ്സ്? ആര്യൻ സാംസ്കാരിക സവിശേഷതകൾ വഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബാക്ട്രിയ മാർജിന. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ ദ പ്രൊമിനന്റ് മാർക്കേഴ്സ് ഓഫ് ദ ആര്യൻ കൾച്ചർ. ആര്യൻ സംസ്കാരത്തിൻ്റെ പ്രമുഖ അടയാളങ്ങൾ പരാമർശിക്കുക. അതിൻ്റെ തെളിവുകൾ എവിഡൻസ് ഓഫ് ഹോഴ്സസ്, സ്പോക്ക്ഡ് വീൽസ്, അതുപോലെ ഫയർ കട്ട്സ്, പിന്നെ ക്രീമേഷൻ, അതായത് കുതിരകളുടെ ഇതുണ്ടല്ലോ ഓട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചക്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നി ആരാധനയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശവസംസ്കാരത്തിൻ്റെ ഒക്കെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയാണ് പ്രധാനമായിട്ടും ആര്യൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ റിവേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്റ്റീവ് ടേം സപ്ത സിന്ധു എന്ന കൂട്ടായ പദത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതെല്ലാമാണ്? 7 നദികൾ. അത് സിന്ധു, ജലം, പിന്നെ ജനബ്, രവി, ബീസ്, സഡ്ജൽ, അതുപോലെ തന്നെ സരസ്വതി. ഇവയാണ് 7 നദികളായിട്ട് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് റീജൻസ് ഡിഡ് ദ ആര്യൻസ് കം ഇൻ ടു കോണ്ടാക്ട് ഇൻ ലേറ്റർ വേദിക് പീരീഡ്? പിൽക്കാല വേദകാലഘട്ടത്തിൽ ആര്യന്മാർ ഏതൊക്കെ പ്രദേശങ്ങളുമായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത്? ഒന്ന് UP ഉത്തർപ്രദേശിലെ കോസല, അതുപോലെ നോർത്ത് ബീഹാറിലെ വിദേഹ. ഈ 2 സ്ഥലങ്ങളിലാണ് പിൽക്കാല വേദകാലഘട്ടം ആര്യന്മാർ സമ്പർക്കം പുലർത്തിയിരുന്ന പ്രദേശങ്ങൾ. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ഏർലി വേദിക് ആര്യൻസ്. ആദ്യകാല വേദകാല ആര്യന്മാരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? പാസ്റ്റോളിസിസ്റ്റ്, അതായത് അവർ പശുപരിപാലനം അല്ലെങ്കിൽ ഇടയന്മാരാണ്. കന്നുകാലി വളർത്തലാണ് പ്രധാനമായിട്ടും അവരുടെ തൊഴിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്. ആദ്യകാല വേദകാലഘട്ടത്തിലെ കൈമാറ്റ സമ്പ്രദായത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ബാർട്ടർ ത്രൂ മീഡിയം ഓഫ് കൗ. അതായത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു, പക്ഷേ പശുവിനെയാണ് അവർ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട മൂല്യമുള്ള വസ്തു എന്തായിരുന്നു? പശുവായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്? പിൽക്കാല വേദകാലഘട്ടത്തിലെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് നോൺ ആസ് ദ ലോർഡ് ഓഫ് ഫ്ലോ? കലപ്പയുടെ ദൈവം എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഗോഡ് ഇന്ദ്ര. ഇന്ദ്ര എന്ന് പറയുന്ന ദൈവത്തെയാണ് കലപ്പയുടെ പ്രഭു അല്ലെങ്കിൽ കലപ്പയുടെ ദൈവം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് 16ാമത്തത്. ഹൗ ഡിഡ് ദ യൂസ് ഓഫ് അയൺ ഇംപ്ലിമെന്റ് ഹെൽപ്പ് അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്? പിൽക്കാല വേദകാലഘട്ടത്തിൽ ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം കൃഷിയെ എങ്ങനെയാണ് സഹായിച്ചിരുന്നത്? അതിൻ്റെ ആൻസർ ടു ക്ലിയർ ഡിൻസെ ഫോററ്റ്സ്. ഇടതൂർന്നിട്ടുള്ള വനങ്ങൾ വെട്ടിമാറ്റുക. അതായത് വനങ്ങൾ വെട്ടിമാറ്റി അവ കൃഷിഭൂമിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പിൻ്റെ ഉപയോഗം ആദ്യ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഡിസ്ക്രൈബ് ദ ഫോംസ് ഓഫ് മാരേജ് ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്.
ആദ്യകാല വേദകാലഘട്ടത്തിലെ വിവാഹങ്ങളുടെ രൂപങ്ങൾ വിവരിക്കുക. മോണോഗമി, അതുപോലെ പോളിഗമി, ഏകഭാര്യത്വം, ബഹുഭാര്യത്വം, ഇവയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി 18-ാമത്തത്, ഓൺ വാട്ട് ബേസിസ് വാസ് ദ ഏർലി വേദിക് സൊസൈറ്റി ഡിവൈഡഡ്? ആദ്യകാല വേദസമൂഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് വർണ്ണ ഓർ കളർ, വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 19-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദ ലേറ്റർ വേദിക് ഫാമിലി? പിൽക്കാല വേദകുടുംബത്തിലെ സ്വഭാവം എന്തായിരുന്നു? ജോയിന്റ് ഫാമിലി, സംയുക്ത കുടുംബമായിരുന്നു. നെക്സ്റ്റ് 20-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈം സിഗ്നിഫൈസ് ദ ബിഗിനിങ് ഓഫ് ദ ഇമ്പോസിഷൻ ഓഫ് ഡിസബിലിറ്റീസ് ഓൺ ദ ശൂദ്രാസ്? ശൂദ്രർക്ക് വൈകല്യങ്ങൾ ചുമത്തുന്നതിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? അതായത് ഉപനയന സമകാര, അതായത് ആചാരത്തിന് അർഹതയില്ല എന്നുൾപ്പെടുന്ന ഉപനായക സമാകാര എന്നുള്ള പദമാണ് സൂചിപ്പിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 21, ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഋഗ്വേദിക് ഗോഡ് ഇന്ദ്ര? ഋഗ്വേദ ദേവനായിട്ടുള്ള ഇന്ദ്രന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? വെദർ ഗോഡ് കാരിയഡ് തണ്ടർ ബോൾട്ട്, ഇടിമിന്നൽ വഹിക്കുക എന്നുള്ളതാണ്. അതായത് കാലാവസ്ഥ ദേവനായിരുന്നു ഇന്ദ്രൻ. ഇടിമിന്നൽ വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 22-ാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഗോഡ് പുഷ്യൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഋഗ്വേദിക് പീരീഡ്? ഋഗ്വേദ ജനതക്ക് പൂഷൻ ദേവൻ പ്രധാനിയായിരുന്നത് എന്തുകൊണ്ടാണ്? പൂഷൻ ദേവൻ പ്രധാനിയായിരുന്നത് എന്തുകൊണ്ടാണ്? എസ് ഹി വാസ് ഗോഡ് ഓഫ് റോഡ്സ്, ഹെഡ്മാൻ ആൻഡ് കാറ്റിൽ. റോഡുകളുടെയും ഇടയന്മാരുടെയും കന്നുകാലികളുടെയും ദേവനായിരുന്നു. വഴികൾ, റോഡുകൾ, അതുപോലെ തന്നെ ഇടയന്മാര്, കന്നുകാലികൾ, ഇവയുടെയൊക്കെ ദേവനായിട്ടായിരുന്നു പൂഷൻ അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 23-ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പീപ്പിൾ ബിഗിൻ ടു ഓപ്പോസ് ദ പെർഫോമൻസ് ഓഫ് ദ യജ്ഞാസ്? യജ്ഞങ്ങളുടെ നിർവഹണത്തെ ആളുകൾ എതിർക്കുവാൻ തുടങ്ങിയത് എന്തുകൊണ്ടായിരുന്നു? ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദെയർ എക്കണോമിക് ലൈഫ്, അവരുടെ സാമ്പത്തിക ജീവിതത്തെ ഈ യജ്ഞങ്ങളൊക്കെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിനെ എതിർക്കുവാൻ തുടങ്ങിയത്. നെക്സ്റ്റ് വരുന്നത് 24-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ രാജന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്തായിരുന്നു? ടു പ്രൊട്ടക്ട് ജന ആൻഡ് കാറ്റിൽ ഫ്രം എനിമീസ്, ശത്രുക്കളിൽ നിന്ന് ജനങ്ങളെയും കന്നുകാലികളെയും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു രാജന്റെ പ്രധാനപ്പെട്ട ധർമ്മം ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 25-ാമത്തെ ക്വസ്റ്റ്യൻ, 25, എ വോളണ്ടറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഓറിയന്ററി ടിപ്സ്മെൻ ഓൺ ദ സ്പെഷ്യൽ ഒക്കേഷൻസ്? പ്രത്യേക അവസരങ്ങളിൽ സാധാരണ ഗോത്രവർഗക്കാർ നൽകുന്ന സ്വമേധയുള്ള സംഭാവന, അതിനെ ബലി എന്നാണ് പറയുക. ബലി നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന മൃഗബലി പോലെയല്ല, അന്ന് സംഭാവനയായിട്ട് സന്തോഷപൂർവ്വം നൽകുന്ന കാണിക്ക, മറ്റു കാര്യങ്ങളെയാണ് ബലി എന്ന് പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 26-ാമത്തെ ക്വസ്റ്റ്യൻ. 26-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ ചീഫ് ഷിപ്പ് ഡ്യൂറിങ് ദ ലേറ്റർ വേദിക് പീരീഡ്? പിൽക്കാല വേദകാലഘട്ടത്തിൽ മേധാവിത്വത്തിന്റെ സ്വഭാവം വിവരിക്കുക. ഇറ്റ് ബിക്കം ഹെറിഡിറ്ററി, അത് അവർക്ക് പാരമ്പര്യമായിട്ടാണ് ലഭിച്ചിരുന്നത്. അതായത് മേധാവിത്വം, നാട്ടു രാജാവോ ഇനി അല്ലെങ്കിൽ പ്രമാണി, അതുപോലെ ഭരണം നടത്തുന്ന സംവിധാനങ്ങളുണ്ടല്ലോ, ഇവ പാരമ്പര്യമായിട്ടാണ് ലഭിച്ചു പോന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4-ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ ചാപ്റ്ററിലെ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്ററുകളാണ് വരുന്നത്. അതിൽ 2, 3 പറഞ്ഞു. ഇനി 6-ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ ലാസ്റ്റ് മൗര്യൻ കിങ്? അവസാനത്തെ മൗര്യ രാജാവ് ആരായിരുന്നു?
ബൃഹത്തനായിരുന്നു അവസാനത്തെ മൗര്യ രാജാവ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ക്രിപ്ഷൻ ഹാപ്പൻസ് ടു ബി ദ ഫസ്റ്റ് റോയൽ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ദ ഏർലി ഇന്ത്യ കോമ്പോസ്ഡ് ദ ചെസ്റ്റ് സാൻസ്ക്രിറ്റ്? പവിത്രമായിട്ടുള്ള സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യകാല ഇന്ത്യയിലെ ആദ്യത്തെ രാജകീയ ലിഖിതം അത് ഏതാണ്? അതേതാണ്? രുദ്രദാമൻസ് ജുനഗർ ഓർ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ, റോക്ക് ഇൻസ്ക്രിപ്ഷൻ. രുദ്രദാമന്റെ ജുനഗർ, ഒന്നെങ്കിൽ രുദ്രദാമന്റെ ജുനഗർ അല്ലെങ്കിൽ ഗിർനാർ ശിലാലിഖിതം. ഇവയാണ് പ്രധാനപ്പെട്ട ആദ്യകാല ഇന്ത്യയിലെ രാജകീയ ലിഖിതമായിട്ട് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഷാഗാസ് വർ ദ നേറ്റീവ് ഓഫ് വിച്ച് റീജൻ? ഷാഗ രാജാക്കന്മാർ അവർ ഏത് പ്രദേശത്തെ സ്വദേശികളായിരുന്നു? ഏത് പ്രദേശത്താണ് അവരുണ്ടായിരുന്നത്? സെൻട്രൽ ഏഷ്യ, മധ്യേഷ്യയിലാണ് അവർ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നാലാമത്തത്. ഹൂ വാസ് ദ മോസ്റ്റ് പ്രോമിനന്റ് കുഷാന റൂളേഴ്സ്? കുഷാന ഭരണാധികാരികളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു? കനിഷ്കനായിരുന്നു. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ടഡ് ദ ഷാഗ ഇറ ആൻഡ് വെൻ? ഷാഗ യുഗം ആരംഭിച്ചത് ആരാണ്? ആരാണ് ആരംഭിച്ചത്? വർഷം എപ്പോഴാണ്? കനിഷ്കനായിരുന്നു. AD 78 ആരംഭിച്ചുള്ളത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ. വേർ അണ്ടർ ഹൂ പാട്രോണേജ് ഡിഡ് ദ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ടുക്ക് പ്ലേസ്? നാലാമത്തെ ബുദ്ധമത സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? അത് കുണ്ടലവന, ജമ്മു ആൻഡ് കാശ്മീരിലെ കുണ്ടലവന എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. കനിഷ്കനാണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തത്. ഹൂ വാസ് ചരക ആരായിരുന്നു? ഫാദർ ഓഫ് ആയുർവേദ. ആയുർവേദത്തിന്റെ പിതാവായിട്ടാണ് ചരകനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രീക്ക് സ്റ്റൈൽ കോയിൻസ്? ഗ്രീക്ക് ശൈലിയുടെ നാണയങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? അതിൻ്റെ ആൻസർ. ദ കണ്ടെയ്ൻ ലെജൻഡ് ആൻഡ് ദ ബസ്റ്റ് ഓഫ് ദ റൂളർ. അവയിൽ ഇതിഹാസങ്ങളുടെയും ഭരണാധികാരികളുടെ പ്രതിമയുമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടേം വാസ് യൂസ്ഡ് ഫോർ ഗ്രീക്ക് ആസ്ട്രോണമേഴ്സ് ഇൻ ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ? ആദ്യകാല ഇന്ത്യൻ സാഹിത്യത്തിൽ ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞരെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പദം ഏതാണ്? യവനാചാര്യ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ഖരവേല ആരായിരുന്നു? ദ റൂളർ ഓഫ് കലിംഗ. കലിംഗയുടെ ഭരണാധികാരിയായിട്ടാണ് ഖരവേലയെ അറിയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. വേർ ഈസ് ദ ഹാദികുംഭ ഇൻസ്ക്രിപ്ഷൻ? ഹാദികുംഭ ലിഖിതം എവിടെയാണ്? അത് ഭുവനേശ്വറിലാണ്, ഒറീസയിലെ ഭുവനേശ്വറിലാണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് കൺസിഡർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ശതവാഹന റൂളേഴ്സ്? ശതവാഹന ഭരണാധികാരികളിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഗൗതമി പുത്ര ശതകർണിയെയാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തത്. നെയിം ക്യാപിറ്റൽ ഓഫ് ദ ശതവാഹനാസ്? ശതവാഹനന്മാരുടെ തലസ്ഥാനം ഏതാണ്? പ്രതിസ്ഥാനയാണ് തലസ്ഥാനം. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ദ ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അണ്ടർ ദ ശതവാഹനാസ്? ശതവാഹനന്മാരുടെ കീഴിലുള്ള ഏറ്റവും താഴ്ന്ന ഭരണ യൂണിറ്റ് ഏതായിരുന്നു? ഗ്രാമമായിരുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് മിക്ക രാജവംശത്തിൻ്റെയും ഏറ്റവും താഴേക്കടയിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെയുള്ളത് ഗ്രാമമായിരിക്കും. അപ്പോൾ അതിൽ ഓപ്ഷനിൽ ഗ്രാമ എന്നുണ്ടെങ്കിൽ ഗ്രാമ എന്ന് തന്നെ എഴുതി കൊടുക്കട്ടോ. ഇവരുടേത് മാത്രമല്ല മിക്ക ഭരണാധികാരികളുടെയും ഏറ്റവും താഴെയുള്ളത് ഗ്രാമമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്താണല്ലോ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. റൂളേഴ്സ് ഓഫ് വിച്ച് ഡിനസ്റ്റി സ്റ്റാർട്ടഡ് പ്രാക്ടീസ് ഓഫ് ദ ഗിവൻ ടാക്സ് ഫ്രീ റിലീജിയസ് ഗ്രാൻഡ്സ് ഇൻ ഇന്ത്യ?
ഏത് രാജവംശത്തിലെ ഭരണാധികാരികളാണ് ഇന്ത്യയിൽ നികുതി രഹിത മതപരമായ ഗ്രാൻഡുകൾ നൽകുന്നതിനുള്ള രീതി ആരംഭിച്ചത്? ശതവാഹന രാജാക്കന്മാരായിരുന്നു, ശതവാഹനാസ്. ഇനി നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ശതവാഹനാസ് ക്ലെയിംഡ് ടു ഹാവ് ബിലോങ്ഡ് ടു വിച്ച് വർണ്ണ? ശതവാഹനർ ഏത് വർണ്ണത്തിൽപ്പെട്ടവരായിട്ടാണ് അവർ അവകാശപ്പെട്ടിരുന്നത്? ബ്രാഹ്മണന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഉത്തരപദ? എന്താണ് ഉത്തരപദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉത്തരപദ വാസ് എ ലാൻഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ വിത്ത് ദ നോർത്തേൺ ഫ്രിങ്സ്. അതായത് ഉത്തരപദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കും കിഴക്കും ഭാഗത്തുള്ള വടക്കു പടിഞ്ഞാറൻ അതിർത്തികളുമായി ബന്ധിപ്പിക്കുന്ന കരമാർഗമുള്ളതാണ് ഉത്തരപദ. ഇന്ത്യയുടെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗമാണ് ഉത്തരപദ. ഇനി ഇത് ഇന്നത്തെ പാകിസ്ഥാനുമായിട്ടും അതിനപ്പുറമായിട്ടും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഉത്തരപാത എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദക്ഷിണപാത എന്താണ്? വാട്ട് വാസ് ദ ദക്ഷിണപഥ? എന്താണ് ദക്ഷിണപഥ? ദക്ഷിണപഥ വാസ് ലാൻഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് പെൻസുലർ ഇന്ത്യൻ വിത്ത് വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ. ഉപദ്വീപിലെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗവും വടക്കൻ ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. പടിഞ്ഞാറ് ഭാഗവും വടക്കൻ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ദക്ഷിണപഥയായിട്ട് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഡിസ്കവറി ഓഫ് മൺസൂൺ ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി? മൺസൂൺ കണ്ടെത്തൽ ഇന്ത്യൻ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനം എന്തായിരുന്നു? ഇറ്റ് എൻകറേജ്ഡ് സീ ട്രേഡ് ബിറ്റ്വീൻ റോം ആൻഡ് ദ ഇന്ത്യൻ കോസ്റ്റ്സ്. റോമും ഇന്ത്യൻ തീരങ്ങളും തമ്മിലുള്ള കടൽ വ്യാപാരത്തെ ഇത് പ്രോത്സാഹിപ്പിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ബുക്ക് ഗിവൺ ദ ബെസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇൻഡോ റോമൻ ട്രേഡ്? ഇൻഡോ റോമൻ വ്യാപാരത്തെ കുറിച്ച് ഏറ്റവും മികച്ച വിവരണം നൽകുന്ന പുസ്തകം ഏതാണ്? പെരിപ്പിൾ ഓഫ് ദ എറിത്രേൻ സീ റിട്ടൺ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി AD ബൈ ആൻ അനോണിമസ് ഓഥർ. AD 1-ാം നൂറ്റാണ്ടിലെ ഒരു അജ്ഞാതനായിട്ടുള്ള എഴുതിയ എറിത്രിയൻ കടലിൻ്റെ പെരിപ്ലസ്, അതായത് എറിത്രിയൻ സീ റിട്ടൺ എന്നുള്ള പുസ്തകമാണ് ഇന്ത്യ റോമൻ വ്യാപാരത്തെക്കുറിച്ചുള്ള മികച്ച വിവരണം നൽകിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വേർ ഗിൽഡ്സ്? ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? കമ്മ്യൂണിറ്റീസ് ഓഫ് മെർച്ചൻസ് ആൻഡ് ആർട്ടിസിയൻസ്. വ്യാപാരികളുടെയും കരകൗശല വിദഗ്ധരുടെയും സമൂഹം മീൻസ് കൂട്ടായ്മ, സംഘടനയാണ് ഗിൽഡ് എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ വർ ദ ചീഫ് പാട്രൺസ് ഓഫ് ഗാന്ധാർ സ്കൂൾ ഓഫ് ആർട്സ്? ഗാന്ധാര കലാ വിദ്യാലയത്തിലെ മുഖ്യ രക്ഷാധികാരികൾ ആരായിരുന്നു? ശാഗാസ് ആൻഡ് കുഷാനൻസ്. ശാകന്മാരും കുഷാനന്മാരുമായിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ചോള ചീഫ് ബിൽഡ് എ ഡാം ഓൺ റിവർ കാവേരി? കാവേരി നദിയിൽ അണക്കെട്ട് നിർമ്മിച്ച ചോള മേധാവി ആരായിരുന്നു? കരികാല ചോളനാണ് നിർമ്മിച്ചുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. വിച്ച് ആർ ദ 5 തിനൈ ഓർ എക്കോ സോൺ നോട്ടഡ് ഇൻ സംഘം പോയംസ്? സംഘം കവിതകളിൽ പരാമർശിച്ചിരിക്കുന്ന 5 തിണൈ അഥവാ 5 പരിസ്ഥിതി മേഖലകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തത് കുറിഞ്ഞി. കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശം, ഹില്ലി ഏരിയയാണ് കുറിഞ്ഞി എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തത് പാലെ. പാലെ എന്ന് പറഞ്ഞാൽ ആരിഡ് സോൺ, അതായത് വരണ്ട മേഖലയാണ് പാലെ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് മുല്ലൈ.
മുല്ലി എന്ന് പറഞ്ഞാൽ ഇടയപ്രദേശം, പാസ്റ്ററൽ ട്രാക്ട്സ് ആണ്, ഇടയപ്രദേശമാണ്. നെക്സ്റ്റ് വരുന്നത് മരുതം. മരുതം വരുന്നത് നനഞ്ഞ പ്രദേശങ്ങൾ, അതായത് വെയിറ്റ് ലാൻഡ് ആണ് മരുതം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് നെയ്റ്റൽ. നെയ്റ്റൽ എന്ന് പറഞ്ഞാൽ സീ കോസ്റ്റ്, കടൽ തീരദേശമാണ് നെയ്റ്റലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് 24 ക്വസ്റ്റ്യൻസ് ആണ് 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ MCQ ആയിട്ട് പറയപ്പെട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ചാപ്റ്റർ നോക്കാം. 7ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ ഗുപ്ത ഡിനസ്റ്റി? ഗുപ്ത രാജവംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരായിരുന്നു? ആൻസർ ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചന്ദ്രഗുപ്ത 2 മാരിഡ് ഹിസ് ഡോട്ടർ ഇൻ ടു വിച്ച് ഡിനസ്റ്റി? ചന്ദ്രഗുപ്ത രണ്ടാമൻ തൻ്റെ മകളെ ഏത് രാജവംശത്തിലേക്കാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്? വാകാടക വംശത്തിലേക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് വൺ. നെയിം ദ ചൈനീസ് പിൽഗ്രിം ഹൂ വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ റീജിയൻ ഓഫ് ചന്ദ്രഗുപ്ത 2. ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് തീർത്ഥാടകൻ, സന്ദർശകൻ ആരായിരുന്നു? ആൻസർ ഫാഹിയാനാണ്. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് പ്ലേറൈറ്റ് ഹൂ adorned the court of ചന്ദ്രഗുപ്ത 2. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരം അലങ്കരിച്ച മഹാനായ സംസ്കൃത കവിയും അതുപോലെ നാടകൃത്തുമായിട്ടുള്ള വ്യക്തി ആരായിരുന്നു? ആൻസർ വരുന്നത് കാളിദാസനാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഡിൻ ത്വരാമണ ബിലോങ് ടു? ത്വരാമണ ഏത് കുടുംബത്തിൽ പെട്ടവനായിരുന്നു? ആൻസർ ഹ്യൂണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഗുപ്ത പ്രിൻസ് ഹു വാസ് ഏബിൾ ടു റീപൾസ് ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ദ ഹൂണാസ്? ഹൂണന്മാരുടെ ആദ്യകാല ആക്രമണങ്ങളെ ചെറുക്കുവാൻ കഴിഞ്ഞ ഗുപ്ത രാജകുമാരൻ്റെ പേര് എന്താണ്? ആൻസർ സ്കന്ദഗുപ്തനായിരുന്നു. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, നെയിം 2 dynasties that emerged in North Indian after the decline of the Guptas. ഗുപ്തന്മാരുടെ പതനത്തിന് ശേഷം വടക്കേ ഇന്ത്യയിൽ ഉയർന്നു വന്ന 2 രാജവംശങ്ങളുടെ പേര് എഴുതുക. പേരെന്തൊക്കെയാണ്? ഒന്ന് പുഷ്യഭൂതീസ്, അതായത് താനേശ്വറിലെ പുഷ്യഭൂതീസും അതുപോലെ മുഖാരീസ്, കനൗജിലെ മുഖാരീസുമാണ് ഉയർന്നു വന്ന 2 രാജവംശങ്ങൾ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ഹർഷചരിത? ഹർഷചരിതയുടെ രചയിതാവ് ആരാണ്? ബാണഭട്ടയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗസൻ സാൻ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റീജൻ ഓഫ് വിച്ച് കിങ്സ്? ഏത് രാജാവിൻ്റെ കാലത്താണ് സുവാൻ സാം ഇന്ത്യ സന്ദർശിച്ചത്? ഹർഷ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് റൂളർ ഡിഫീറ്റഡ് ഹർഷ? ഹർഷനെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? പുലകേശൻ രണ്ടാമനാണ്. പുലകേശൻ രണ്ടാമനാണ് ഹർഷ രാജാവിനെ പരാജയപ്പെടുത്തിയത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ ക്യാപിറ്റൽ ഓഫ് ചാലൂക്യാസ്. ചാലൂക്യരുടെ തലസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? വധാബിയാണ് ചാലൂക്യയുടെ തലസ്ഥാനം അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് പുലകേശിൻ 2 നോൺ ആസ്? പുലകേശിൻ രണ്ടാമൻ അറിയപ്പെടുന്നത് ആരാണ്? ദക്ഷിണാപതീശ്വരനാണ് അറിയപ്പെടുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ക്യാപിറ്റൽ ഓഫ് ദ പല്ലവാസ്? പല്ലന്മാരുടെ തലസ്ഥാനം ഏതാണ്? ആൻസർ കാഞ്ചി. നെക്സ്റ്റ് വരുന്ന 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വർ ദ മെയിൻ എനമീസ് ഓഫ് ദ പല്ലവാസ് ഇൻ നോർത്ത്?
വടക്കൻ പല്ലവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരായിരുന്നു? ചാലൂക്യരാണ് ശത്രുക്കളായിട്ട് അറിയപ്പെട്ടത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ദ ടൈറ്റിൽ അഡോപ്റ്റഡ് ബൈ ദ ഗുപ്ത റൂളേഴ്സ്. ഗുപ്ത ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു? മഹാരാജാധിരാജ, അതുപോലെ പരംഭട്ടാകര, പിന്നെ പരമേശ്വര തുടങ്ങിയ പേരുകളാണ് സ്വീകരിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വർ ദ കുമാരമാത്യന്മാർ ആരായിരുന്നു? ഹൈ ലെവൽ സെൻട്രൽ ഓഫീസേഴ്സ്, ഉയർന്ന തലത്തിലുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെയാണ് കുമാരമാത്യന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ 2 ന്യൂ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗുപ്താസ്. ഗുപ്ത രാജാക്കന്മാർ ചുമത്തിയിരുന്ന 2 പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഉപരികര ആൻഡ് ഉദരംഗ. തുടങ്ങിയ നികുതികളാണ് ചുമത്തിയിരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ശൂദ്രാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹൂസൻ സാങ്. സുവാൻ സാങ് സൂചിപ്പിച്ച ശൂദ്രർ ആരാണ്? അഗ്രികൾച്ചറിസ്റ്റ്, കർഷകരെയാണ് ശൂദ്രർ. സുവാങ് സാങ് സൂചിപ്പിച്ച ശൂദ്രരാണ് കൃഷിക്കാരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Where do we find the first epigraphical evidence to സതി? സതിയുടെ ആദ്യത്തെ ലിഖിത തെളിവുകൾ എവിടെയാണ് കാണുവാൻ സാധിക്കുക? ഇറാൻ ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഇറാനിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ കമോഡിറ്റീസ് എക്സ്പോർട്ടഡ് ബൈ ദ ഇന്ത്യൻ ടു ദ ഈസ്റ്റേൺ റോമൻ എംപയർ. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിലേക്ക് ഇന്ത്യക്കാർ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു? സിൽക്ക്, അതുപോലെ സ്പൈസീസ്, പട്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദ ഗുപ്ത ഗോൾഡ് കോയിൻ നോൺ ആസ്. ഗുപ്ത രാജാക്കന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ എന്തായിരുന്നു? ദിനാറാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഹൂ വാസ് ആണ്ടാൾ. ആണ്ടാൾ ആരായിരുന്നു? ആൾവാർ വിമൺ സെയിന്റ് ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആൾവാർ സ്ത്രീ സന്യാസിയാണ് ആണ്ടാൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഭക്തി ലിറ്ററേച്ചർ ഓഫ് ദ നായനാസ് കോൾഡ്. നായനാർമാരുടെ ഭക്തി സാഹിത്യം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അത് ദേവരാമ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ. വേർ ഇൻ ഉത്തർപ്രദേശ് ആർ ഫൗണ്ടഡ് ഗുപ്ത ടെമ്പിൾ. ഉത്തർപ്രദേശിലെ ഗുപ്ത ക്ഷേത്രങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? അതൊന്നാമത്തത് ബിദർഗാൻ. അത് കാൺപൂരിലാണ് ബിദർഗാൻ ഉള്ളത്. അതുപോലെ തന്നെ യുപിയിലെ ദിയോഗർ. താൻസിയാണ് യുപിയിലുള്ളത്. ദിയോഗർ. ഇവിടെയാണ് പ്രധാനമായിട്ടും ഗുപ്ത ക്ഷേത്രങ്ങൾ കാണുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. വേർ ഡിഡ് ഹർഷ കൺവെൻസ് ആൻ അസംബ്ലി ഫോർ ബുദ്ധിസം. ഹർഷൻ ബുദ്ധമതത്തിന് വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയ സ്ഥലം എവിടെയാണ്? കനൗജിലായിരുന്നു. ആൻസർ കനൗജ്. ഇനി നെക്സ്റ്റ് വരുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ മഹായാന ബുദ്ധിസം ഡ്യൂറിങ് ഹർഷ ടൈംസ്. ഹർഷന്റെ ഭരണകാലത്ത് മഹായാന ബുദ്ധമതത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രം എവിടെയായിരുന്നു? ആൻസർ നളന്ദയായിരുന്നു. നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇൻകാർണേഷൻ ഓഫ് വിഷ്ണു വർ പെർസീവ്ഡ്. വിഷ്ണുവിന്റെ എത്ര അവതാരങ്ങളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്? ആൻസർ 10. ഇനി നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ സെയിന്റ് ഹൂ പോപ്പുലൈസ്ഡ് ദ
വേർഷിപ്പ് ഓഫ് വിഷ്ണു ആൻഡ് ശിവ ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ആരാധന പ്രചരിപ്പിച്ച സന്യാസിമാരുടെ പേരുകൾ എന്തെല്ലാമാണ്? ആൾവാസ് ആൻഡ് നായനാർസ്. ആൾവാർമാരും നായനാർമാരുമാണ്. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ആര്യഭട്ട ആൻഡ് വാട്ട് തിയറീസ് ഡിഡ് ഹി പ്രൊപ്പൗണ്ട്? ആര്യഭട്ടൻ ആരായിരുന്നു? അദ്ദേഹം കണ്ടുപിടിച്ച സിദ്ധാന്തങ്ങൾ, മുന്നോട്ട് വച്ച സിദ്ധാന്തങ്ങൾ എന്തെല്ലാമാണ്? അദ്ദേഹം ഒരു ആസ്ട്രോണമർ ആയിരുന്നു, അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യൻ, അതായത് ജ്യോതിശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ ടെക്സ്റ്റ് റിട്ടൺ ബൈ വരാഹമിഹിര. വരാഹമിഹിരൻ എഴുതിയ കൃതിയുടെ പേരെന്താണ്? പഞ്ചക സിദ്ധാന്തിക എന്നുള്ള ഗ്രന്ഥമാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 31ാമത്തത് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ദ അഡ്വാൻസ്മെന്റ് ഇൻ മെറ്റൽഗറി ഇൻ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിലെ ലോഹശാസ്ത്രത്തിലെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഏതാണ്? അയൺ പില്ലറാണ്. അറ്റ് മെഹ്റൗൾ, ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിലെ മെഹ്റൗളിലെ ഇരുമ്പ് സ്തംഭമാണ് ഗുപ്ത കാലഘട്ടത്തിലെ ലോഹശാസ്ത്രത്തിൻ്റെ പുരോഗതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1-ലെ 4 ചാപ്റ്ററുകളാണ്. 4 ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഒരു ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം തവണ കേൾക്കുകയോ ചെയ്യുക. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.